എന്തുകൊണ്ടാണ് മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായി മാറി? ഇന്ന് ഞാൻ പറയാൻ പോണത് മമ്പുറം തങ്ങളുടെ ചരിത്ര വിശേഷങ്ങളാട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടെ. നിങ്ങൾ ഇതേവരെ കേൾക്കാത്ത അറിയാത്ത ഒരുപാട് ചരിത്ര വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് 1666 ഹിജ്റ വർഷം ഇദ്ദേഹം AD 1783 യമനിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 8-ാം വയസ്സിൽ തന്നെ ഇദ്ദേഹം ഖുർആൻ മുഴുവൻ മനഃപ്പാഠമായി ഹാഫിളായ ഒരു വ്യക്തി കൂടിയാണ്. 17-ാം വയസ്സിലാണ് ഇദ്ദേഹം യമനിൽ നിന്നും കോഴിക്കോട്ടേക്ക് കപ്പൽ മാർഗ്ഗം യാത്ര ചെയ്ത് കോഴിക്കോട് എത്തുന്നത്. കാരണം നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെടുകയും ഇദ്ദേഹം ഒരുപാട് കറാമത്തുകൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. കാരണം ഇദ്ദേഹം മമ്പുറത്ത് എത്തിയ ഉടനെ തന്നെ അവിടെ ഒരു പള്ളി നിർമ്മിക്കുക, ഒരു പുഴയുടെ അടുത്തായിട്ടൊരു അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളി ഇദ്ദേഹം നിർമ്മിച്ചു. ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വളരെ ദരിദ്രരും കൃഷിക്കാരും പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് ജന്മികളും ജാതി വ്യവസ്ഥയായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം അവിടെ എത്തിപ്പെടുന്നത്. കാരണം ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട്, അതായത് കർഷകർക്ക് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ക്രൂരതകളും മർദ്ദനങ്ങളും നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മമ്പുറം തങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുകയും, കാരണം യാതൊരു നിലക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം തികച്ചും ഒരു ക്രൂരമായിട്ടുള്ള ഭരണമായിരുന്നു ഇവിടെ നിലനിന്നത്. അദ്ദേഹം ഇതിനെതിരെ പോരാടാൻ ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയും, കാരണം ജമ്മി വ്യവസ്ഥ നടത്തുന്ന ആളുകളും അതിന് ജാതി വ്യവസ്ഥയായിട്ട് നടക്കുന്ന ആളുകളും ബ്രിട്ടീഷുകാരുടെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് പള്ളികളും ഒരുപാട് ജനങ്ങളെ അദ്ദേഹം സഹായിക്കും. ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് ജമ്മി വ്യവസ്ഥ എന്നൊരു സമ്പ്രദായം മമ്പുറം തങ്ങൾ നിർത്തലാക്കുകയും ചെയ്തൊരു മഹാൻ കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പള്ളികൾ അദ്ദേഹം നിർമ്മിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയുടെ, അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ എക്കാലത്തെയും കണ്ണിലെ ഒരു കരടായി അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ല സമരങ്ങൾ നടത്തുകയും, അതുകൊണ്ട് തന്നെ 73-ാം വയസ്സിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് വെടിയേൽക്കുകയും 74-ാം വയസ്സിൽ, അതായത് അത്ര പ്രായമുള്ള സമയത്ത് 74-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. കാരണം ഒരുപാട് ജാതി വ്യവസ്ഥകൾക്കും ജമ്മി വ്യവസ്ഥകൾക്കും ഒരു തിരശീല വീഴുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് ഒരുപാട് സമരമുറകൾ ഇദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു പ്രശസ്തിയാർന്ന ഒരു മഹാൻ കൂടിയായി അറിയപ്പെടുന്നത്. കാരണം ഇതര മതസ്ഥരുടെ ഇടയിലും അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥന്മാർ അന്യമതസ്ഥരിൽപ്പെട്ട ആളുകളായിരുന്നു. അതും ഒരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വിശാലമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി മമ്പുറം തങ്ങളുടെ മക്ബറയുടെ തൊട്ടടുത്തായി മറ്റൊരു പള്ളി കൂടി നമുക്ക് കാണാം. അതുപോലെ തന്നെ വിശാലമായിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട്. അതിമനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത ഓടിലും പുല്ലിലുമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് അവിടെ, കാരണം ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണാത്തവർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ പോയിട്ടൊന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു വരാന്ത കാണാം. അതുപോലെ തന്നെ ഉള്ളിലെ ഉൾഭാഗത്തേക്ക് ഒരു ചെറിയ സ്റ്റെപ്പായിട്ട് കാണാം. വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു വീട് ഇങ്ങനെ, കാരണം ജനലുകളൊക്കെ ചെറുതാണ്. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള മുറ്റങ്ങളും കാരണം ഇവിടെയൊക്കെ നിന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിരുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുകയാണ്. ഉള്ളിലേക്ക് കടന്നു കഴിയാണ്ട് ഒരുപാട് ആ കാലഘട്ടത്തിലെ വീടിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. കാരണം ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. കാരണം ഈ വീടൊന്നും പെട്ടെന്ന് ആരും കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുക. കാരണം ചെറിയ ജനൽ കണ്ടോ, പുറത്തേക്ക് ഒരു ആളുടെ തല മാത്രം പുറത്തേക്ക് ഇട്ട് പുറംഭാഗം കാണാൻ പാകുന്ന ഭാഗത്തിലാണ് ഇതിൻ്റെ ജനലുകളൊക്കെ നിർമ്മിച്ചത്. കാരണം ആ കാലഘട്ടത്തിലുള്ള ഡിസൈൻ വളരെ ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തം. അപ്പോൾ അതുപോലെ തന്നെ താഴേക്ക് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം വുളു എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാരണം കണ്ടില്ലേ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാല് ഉരതുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ ഉൾഭാഗം കാണാം. അതാ മച്ച് എന്ന് പറയാതെ ഒരാൾക്ക് കയറി അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ
തല പൊക്കി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ചെറിയ ആളുകൾക്കൊക്കെ തല പൊക്കി നിൽക്കാം. അതുപോലെ തന്നെ തല മുകളിലായിട്ട് തട്ടുന്ന ഒരു രൂപത്തിലാണ് ഈ വീട് നിർമ്മിച്ചത്. കാരണം അന്നത്തെ കാലഘട്ടത്തിലെ മച്ച് എന്ന് പറയും. കാരണം അതുപോലെ തന്നെ ചെറിയൊരു ജനലും അവിടെ കാണാം. പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ താഴ്ഭാഗം പിന്നെ മണ്ണ് മേകിയ രൂപത്തിലാണ്. നിങ്ങൾ കണ്ടില്ലേ, വളരെ ഹൈറ്റ് പറഞ്ഞു. അപ്പോൾ രൂപത്തിലാണ് ഈ വീടിൻ്റെ ഉൾഭാഗത്തിലുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ. മേൽഭാഗത്ത് അതുപോലെ തന്നെ 2 ജനൽ, ഉള്ളിൽ നിന്നും ചെറിയൊരു ജനലും ഇതിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ പാകത്തില്ല. അതുപോലെ തന്നെ ചെറിയ 2 വാതിലുകൾ. ഇത് മുഴുവൻ മരത്തിലാണ് നിർമ്മിച്ചതെന്നാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. പുറം ഭാഗത്തേക്ക് കാണാനും അതുപോലെ തന്നെ മുറ്റത്തോട് ഭാഗങ്ങളും കാണുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പുല്ലുമേഞ്ഞ വീടൊക്കെ നമുക്ക് അപൂർവമായിട്ട് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് കറാമത്തുകളുള്ള ഒരു വ്യക്തി കൂടെയാണ് ഈ തങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.